ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികെ. നവംബർ 24 മുതൽ എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ഇന്ദ്രേട്ടനും അനുവേട്ടത്തി ഇതുവരെ വന്നില്ലല്ലോ അമ്മേ. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. നീ എന്ത് വിളിച്ചു പറയാനാ? താമസിക്കുമെങ്കിൽ ഇവിടെ ഒന്ന് വിളിച്ചു പറയേണ്ട ഉത്തരവാദിത്വം അവർക്കില്ലേ? ചിലപ്പോ ഏട്ടത്തിയുടെ വീട്ടുകാരെ കൂടി ഇന്റർവ്യൂവിൽ ഉൾപ്പെടുത്താൻ വേണ്ടി എല്ലാരും കൂടി അങ്ങോട്ട് പോയി കാണും. ആഹാ, എങ്കി തീർന്നു. ആനന്ദമാഷും മക്കളും എനിക്കെതിരെ ഇല്ലാത്ത കഥകൾ കൂടി പറഞ്ഞു കൊടുക്കും. ഏയ്, അതൊക്കെ ഏട്ടത്തി തീരുമാനിക്കുന്ന പോലെ നടക്കും. ഏട്ടത്തി ഒന്നും പറയണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരും ഒന്നും പറയാൻ പോകുന്നില്ല. ആർക്കറിയാം? ഇവിടുന്ന് പലതും വിട്ടു പറയാൻ പറ്റാത്തതുകൊണ്ടാ എല്ലാവരും കെട്ടിയെടുത്ത് പുറത്തേക്ക് പോയത്. എന്റെ അമ്മ ടെൻഷൻ ആവാതെ നമുക്ക് നോക്കാം. ചിലപ്പോഴൊക്കെ എനിക്കും അങ്ങനെ ഒരു പേടിയുണ്ടെങ്കിലും ഈ വീട്ടിൽ ജീവിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഏട്ടത്തി ഈ കുടുംബത്തിന് ദോഷം വരുന്നതൊന്നും ചെയ്യില്ലെന്ന് ഒരു പ്രതീക്ഷ എനിക്കുണ്ട്. ആ, പ്രതീക്ഷിച്ചോ. പ്രതീക്ഷ കെടുത്താതിരുന്നാ മതി. അത് അവരാണെന്ന് തോന്നുന്നല്ലോ. വേറൊരു വണ്ടി കൂടി വരുന്നുണ്ടല്ലോ. എന്താ എടുത്തി ഈ വണ്ടിയിൽ എന്താ ഉള്ളേ? പൂച്ചെടികളാ സോനെ. സ്നേഹം വിശാലം ഞങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് തന്നതാ. സത്യന് ശ്യാമം വന്നില്ലേ സോനെ? ഇതൊക്കെ ഒന്ന് ഇറക്കി വെക്കണായിരുന്നു. ശ്യാമേട്ടൻ വന്നില്ല. സത്യേട്ടൻ ഇവിടെ ഉണ്ട്, ഞാൻ വിളിക്കാം. സത്യ, വാ, നമുക്ക് ഇതൊക്കെ ഇറക്കി വെക്കാം. വാ വിച്ചുമോനെ, ഇങ്ങ് വാ. ഓരോന്നെടുത്താ അവിടെ നിർത്താം. ഏട്ടാ, അതങ്ങോട്ട് വെക്കാം. ഇതിപ്പോ കൊറേ ഉണ്ടല്ലോ. തൽക്കാലം ഇവിടെ വെക്കാം. പോയിട്ട് എന്താ ഏട്ടത്തി? എല്ലാം നല്ല രീതിയിൽ തന്നെ നടന്നോ? നന്നായിരുന്നു സോനെ. അവര് നടത്തുന്ന നഴ്സറി ഗാർഡനിൽ തന്നെയായിരുന്നു ഷൂട്ടും. നല്ല സ്ഥലമാ കേട്ടോ. ആ പിള്ളേര് നല്ല ആൾക്കാരാ. അല്ല, അവിടെ വെച്ച് ഇന്റർവ്യൂ ആയിരുന്നോ? അല്ല, കുടുംബ പുരാണം മുഴുവൻ ചോദിച്ചു കാണുമല്ലേ? ഓൺലൈൻ ചാനലുകാര് പിന്നെ അങ്ങനെ തന്നെയാണല്ലോ. അവര് ഓരോന്ന് ഇങ്ങനെ കുത്തി കുത്തി ചോദിച്ചോണ്ടേയിരിക്കും. വിവാദം ഉണ്ടാക്കാൻ പറ്റിയ എന്തെങ്കിലും കിട്ടിയാലല്ലേ അവരുടെ ചാനൽ എല്ലാരും ശ്രദ്ധിക്കുള്ളൂ. താലി കെട്ടുന്ന ഫോട്ടോ വൈറലായതുപോലെ ഇന്റർവ്യൂവും വൈറലാവോ ഏട്ടത്തി? എന്തായാലും ആളുകൾ അത് ശ്രദ്ധിക്കും സോനെ. നമ്മളൊക്കെ അല്ലേ താരങ്ങള്. അതെ. പോരാത്തതിന് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്റ്റോറി ഉണ്ടല്ലോ. ഇതേ സംഭവം വൈറലാവാൻ തന്നെ സാധ്യത. ഇവിടുന്ന് ചോദിച്ചല്ലാതെ വേറെ എന്തൊക്കെയായിരുന്നു അവര് ചോദിച്ചേ? അല്ല, അവര് പലതും ചോദിച്ചമ്മേ. പ്രത്യേകിച്ച് അമ്മയെ കുറിച്ച് ചോദിച്ചു. പക്ഷെ ഞാൻ നോക്കിയും കണ്ടോക്കിയാ മറുപടി പറഞ്ഞത്. സത്യ, അതെ, അത് അങ്ങോട്ട് മാറ്റി വെച്ചാ മതി കേട്ടോ. ഇതോ? ഞാൻ പറഞ്ഞില്ലേ, അങ്ങോട്ട് മാറ്റി. അതെ, നാളെ തന്നെ ആ വീഡിയോ ഇറങ്ങുമേ. അപ്പൊ കാണാം. ആളുകളുടെ മനസ്സിൽ ഈ കുടുംബത്തെ കുറിച്ചുള്ള ചിത്രം തന്നെ മാറും. ചിത്രം പെട്ടെന്ന് മാറിയതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. ആ മാറ്റത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുകയും വേണം. ഇല്ലെങ്കിൽ ആളുകളെ നമ്മളെ പൊളിച്ചെഴുതത്തേ ഉള്ളൂ. എടുത്തി ഇതിലേതെങ്കിലും മാറ്റി. ശരി, തൽക്കാലം എല്ലാം അങ്ങനെ ഇരിക്കട്ടെ സത്യ. നാളെ ഞാൻ ഓരോന്നെടുത്ത് പറ്റിയ സ്ഥലത്തേക്ക് മാറ്റി വെച്ചോളാം. സോനെ, കഴിക്കാൻ തോള്ളേ? ചപ്പാത്തി ഉണ്ടാക്കാം എന്തേട്ടാ. എന്നാ പെട്ടെന്ന് ആയിക്കോട്ടെ, നല്ല വിശപ്പുണ്ട്. അല്ല, പ്രതിഭ എവിടെ? കണ്ടില്ലല്ലോ. പ്രതിഭ മുറിയിലുണ്ട് ഏട്ടത്തി. അമ്മയ്ക്ക് വയ്യാന്നും പറഞ്ഞ് അങ്കിള് വിളിച്ചിരുന്നു. അതറിഞ്ഞപ്പോ തൊട്ട് അവൾക്കൊരു തലവേദന. അല്ല, ഞാനവിടെ വിളിക്കാം. വേണ്ട സത്യ, അവളെവിടെ കിടന്നോട്ടെ. കാണാത്തോണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. സോനെ, ഞാൻ ഡ്രസ്സൊന്ന് മാറി വരാം. നമുക്ക് അത്താഴം ഒരുമിച്ചുണ്ടാക്കാം. അമ്മേ, മോനെ കുറച്ചേരം അമ്മ നോക്കിക്കൊള്ളേ. മോനെ ഞാൻ നോക്കിക്കോളാം. ചെല്ലേ, മാറിയിട്ട് വാ. വായിന്ദ്രേട്ടാ.
എടി കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു. ആ ഇവിടെ നല്ല രീതിയിൽ തുടരാൻ തന്നെയാ ഏട്ടത്തിയുടെ തീരുമാനം. ഉം. കണ്ടില്ലേ പൂച്ചട്ടികളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നത്. അമ്മയുടെ സപ്പോർട്ടോടെ ഏട്ടത്തി ഈ വീടൊരു പൂങ്കാവനാക്കൂന്ന എനിക്ക് തോന്നുന്നേ. നീ ചെല്ല്. ആ മക്കളെ, നമുക്ക് ഗേറ്റ് അടയ്ക്കണ്ടേ? അല്ലെങ്കിലേ നമ്മുടെ പൂങ്കാവനൊക്കെ ആരെങ്കിലും കട്ടോണ്ട് പോവും. നമുക്ക് പോയി ഗേറ്റ് അടയ്ക്കാം.